ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ബി.എഫ്. സ്കിന്നറുടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന തിയറിയുടെ ആദ്യ കുറച്ചു ഭാഗങ്ങൾ എക്സ്പെരിമെൻറ്റ് എന്തൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയിൽ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്? ഏതൊക്കെ റെസ്പോൺസിന് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. A schedule of reinforcement determines which occurrences of a specific response result in the presentation of a reinforcer. അപ്പം നമ്മൾ ഓരോ ബിഹേവിയർ കാണിച്ചു കഴിയുമ്പോൾ ആ ബിഹേവിയറിന് അങ്ങനെയുള്ള ബിഹേവിയർ എപ്പോഴും കാണിച്ചാൽ റീഇൻഫോഴ്സർ കൊടുക്കണോ, അതോ ഏതെങ്കിലും നിശ്ചിത സമയത്ത് മാത്രമേ റീഇൻഫോഴ്സർ കൊടുക്കാവുള്ളൂ, ഇങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെ കൊടുക്കണം, ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റിന് പറയുന്ന പേരാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനെ മെയിനായിട്ട് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ അറിയാം, ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, രണ്ടാമത്തേത് ഇൻ്റർമിറ്റൻറ്റ് ഓർ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. അതായത് ഷെഡ്യൂൾസ് നമ്മൾ എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പറയുമ്പോൾ കണ്ടിന്യൂസ്, സ്ഥിരമായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ, വല്ലപ്പോഴുമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന ഒരു രീതി. ഇനി എന്താണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് occurs when every instances of a designated response is reinforced. അതായത് നമ്മൾ എപ്പോഴൊക്കെ ഈ നല്ല അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ഉദ്ദേശിച്ച റെസ്പോൺസ് ചെയ്തിട്ടുള്ളത് ആ എല്ലാ തവണയും നമ്മൾ റീഇൻഫോഴ്സറിനെ കൊടുക്കുകയാണ്. അപ്പം ഒരു പ്രാവശ്യം കുട്ടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു, അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു. അടുത്ത പ്രാവശ്യം സെയിം നല്ല ബിഹേവിയർ കാണിച്ചപ്പോൾ വീണ്ടും നമ്മൾ റീഇൻഫോഴ്സർ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഏത് ബിഹേവിയറിനെയാണോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബിഹേവിയറിനെയാണോ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ബിഹേവിയർ കാണിക്കുന്ന എല്ലാ സമയത്തും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കും. സാധാരണഗതിയിൽ നമ്മൾ ലാബ് എക്സ്പെരിമെൻസിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ചില സമയത്ത് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ ഷേപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. അപ്പം ഈ ഷേപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ എല്ലാ സക്സസീവ് അപ്രോക്സിമേഷൻ എന്നുള്ളതാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴൊക്കെ ഡിസൈഡ് ബിഹേവിയറോ അല്ലെ അതിനോട് അടുപ്പമുള്ള ബിഹേവിയറോ കാണിക്കുന്നു, അപ്പോഴൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന അവസ്ഥയാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. സിമിലർലി കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ബിഹേവിയർ നമ്മുടെ ഓർഗാനിസം കാണിച്ചിട്ടുള്ളത്, അപ്പോഴൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് വൺസ് നമ്മൾ നിർത്തി ഒരു ബിഹേവിയർ പഠിച്ചു, അപ്പോൾ കുറേ ദിവസം അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് ബിഹേവിയർ പഠിച്ചു എന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് നിർത്തിയാൽ അത് റെസിസ്റ്റൻസ്, അതായത് നമ്മളുടെ എക്സ്റ്റൻഷനോടുള്ള റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് എക്സ്റ്റൻഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു തരത്തിലുള്ള ഷെഡ്യൂളാണ് ഇൻ്റർമിറ്റൻറ്റ് ഓർ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് നമ്മൾ ഇടവിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കെപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴുമോ ഒക്കെ കൊടുക്കുന്ന ഒരു റീഇൻഫോഴ്സ്മെൻറ്റിനെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഓർ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. So intermittent or partial reinforcement occurs when a designated response is reinforced only some of the time. ചില സമയത്ത് മാത്രമേ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ റീഇൻഫോഴ്സറിനെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ഷെഡ്യൂളിനെയാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഓർ പാർഷ്യൽ എന്ന് വിളിക്കുന്നത്. എല്ലാ റെസ്പോൺസസിനും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നില്ല, ഇടയ്ക്കൊക്കെ റീഇൻഫോഴ്സ് ചെയ്യുന്നുള്ളൂ.
So the reinforcement occurs when a designated response is reinforced only some of the time. ചില സമയത്ത് മാത്രം മറ്റേ കണ്ടിന്യൂസ് ആണെങ്കിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. ഇപ്പം നമ്മൾ ഇടവിട്ടൊക്കെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഇൻ്റർമിറ്റൻറ്റ് ഓർ പാർഷ്യൽ എന്ന് വിളിക്കുന്നത്. പൊതുവെ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളിനെ വെച്ച് നോക്കുമ്പം ഇൻ്റർമിറ്റൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളിന് ജനറലി എന്താണ് എക്സ്റ്റൻഷനോടുള്ള റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതായത് പെട്ടെന്ന് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി ഇൻ്റർമിറ്റൻറ്റ് ഓർ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നതിന് രണ്ട് രീതിയിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്റർവൽ ഷെഡ്യൂൾ ആൻഡ് റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എഗെയിൻ അപ്പം നമ്മൾ ഇപ്പം ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഇൻ്റർമിറ്റൻറ്റ് ഓർ പാർഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു ഇൻ്റർവൽ സ്കെയിൽ അല്ലെങ്കിൽ ഇൻ്റർവൽ ഷെഡ്യൂൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റേഷ്യോ ഷെഡ്യൂൾ. ലെറ്റ് us see എന്താണ് ഇൻ്റർവൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇൻ്റർവൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ റീഇൻഫോഴ്സറിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടൈമിൻ്റെ ഒരു ബേസിസിലാണ് ഒരു ഇൻ്റർവൽ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ എ ടൈം പീരീഡ് interval require a time period to pass between the presentation of reinforcer. അപ്പോൾ അതായത് നമ്മൾ ഡെസിഗ്നേറ്റഡ് റെസ്പോൺസ് കാണിക്കുമ്പോഴേ റീഇൻഫോഴ്സ് ചെയ്യുന്നില്ല, ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഉണ്ട്, ആ ടൈമിൻ്റെ അകത്ത് കാണിക്കുമ്പോഴേ മാത്രമേ നമ്മൾ ആ ടൈം കഴിയുമ്പോഴേ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ടൈമാണ് ഇൻ്റർവൽ ഷെഡ്യൂളിൻ്റെ കീ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഇൻ്റർവൽ ഷെഡ്യൂളിനെ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് ഫിക്സഡ് ഇൻ്റർവൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വേരിയബിൾ ഇൻ്റർവൽ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫിക്സഡ് ഇൻ്റർവൽ എന്ന് നോക്കാം. ഇപ്പോൾ ഫിക്സഡ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റീഇൻഫോഴ്സർ കൊടുക്കുന്നത്, ഇപ്പം ഞാനൊരു റെസ്പോൺസ് ചെയ്തു, ആ റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവൽ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ റീഇൻഫോഴ്സറിനെ കൊടുക്കുന്നു. So the reinforcer is given for the first response that occur after a fixed time interval has elapsed. ഒരു ഫിക്സ്ഡ് ടൈം ഇൻ്റർവൽ എലാപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റെസ്പോൺസിന് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് റാറ്റ് ലിവർ പ്രസ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ 2 minute പീരീഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആദ്യം ലിവർ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഒരു 2 minute ടൈമാണ് ഇൻ്റർവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 minute ടൈം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റെസ്പോൺസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, റീഇൻഫോഴ്സർ കൊടുക്കുന്നു. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫിക്സഡ് ഇൻ്റർവൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എഗെയിൻ നമ്മൾ കണ്ടായിരുന്നു ഫിക്സഡ് ഇൻ്റർവൽ ഉണ്ട്, രണ്ടാമത്തേതാണ് വേരിയബിൾ ഇൻ്റർവൽ എന്ന് പറയും. എന്താണ് വേരിയബിൾ ഇൻ്റർവൽ എന്ന് നോക്കാം. വേരിയബിൾ ഇൻ്റർവൽ ഷെഡ്യൂൾ in a variable interval schedule the reinforcer is given for the first response after a variable time interval has elapsed. ഇപ്പോൾ ഒരു വേരിയബിൾ ടൈം ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായി, ആ റെസ്പോൺസ് കഴിഞ്ഞ ഈ ഫിക്സഡ് ഇൻ്റർവെല്ലിലാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. ഇവിടെ ആ റീഇൻഫോഴ്സർ ഫസ്റ്റ് റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞ് ഒരു വേരിയബിൾ ടൈമിൽ, അതായത് ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്നില്ല, പിന്നെയും കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, വേരിയബിൾ ഇൻ്റർവൽ ഷെഡ്യൂൾ ആണെങ്കിൽ റീഇൻഫോഴ്സർ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം നമ്മൾ ആ ഒരു എത്ര പ്രാവശ്യം ആ റെസ്പോൺസ് ചെയ്തു എന്നുള്ളതിനെ അടിസ്ഥാനം. ഇപ്പം ഇൻ്റർവെല്ലിൽ ടൈം പീരീഡ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ എത്ര തവണ ആ ഒരു റെസ്പോൺസ് പ്രോപ്പറായിട്ട് ചെയ്തു എന്നുള്ളതിനാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഈ റേഷ്യോ ഷെഡ്യൂളിനെയും അതേപോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് റേഷ്യോ ആൻഡ് വേരിയബിൾ റേഷ്യോ. അപ്പോൾ റേഷ്യോ ഷെഡ്യൂൾ റിക്വയർസ് ആൻ ഓർഗാനിസം ടു മേക്ക് ദ ഡെസിഗ്നേറ്റഡ് റെസ്പോൺസ് എ സർട്ടൺ നമ്പർ ഓഫ് ടൈംസ് ടു ഗെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ
ഒരു ഇത്ര പ്രാവശ്യം ഞാൻ ആ റെസ്പോൺസ് ചെയ്തെങ്കിൽ മാത്രമേ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുള്ളൂ. സോ അങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് റേഷ്യോ ഷെഡ്യൂൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റേഷ്യോ ഷെഡ്യൂൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് റേഷ്യോ ആൻഡ് വേരിയബിൾ റേഷ്യോ. ഫിക്സഡ് റേഷ്യോ ആണ് എങ്കിൽ റീഇൻഫോഴ്സർ ഈസ് ഗിവൺ ആഫ്റ്റർ ഫിക്സ്ഡ് നമ്പർ ഓഫ് നോൺ റീഇൻഫോഴ്സ്ഡ് റെസ്പോൺസസ്. അപ്പം ഞാൻ 5 നോൺ റീഇൻഫോഴ്സ്ഡ് റെസ്പോൺസസ് ചെയ്ത് കഴിഞ്ഞാൽ ആറാമത്തേതിന് എനിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടാമെന്ന് വിചാരിച്ചു. 5:1 ഇങ്ങനെ ഒരു ഫിക്സ്ഡ് റേഷ്യോ നമ്പർ, ഇത്ര നമ്പറിന് ഇത്ര എന്നുള്ള രീതിയിൽ വരുന്നതാണ് ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ. ഇപ്പോൾ റേഷ്യോ ഷെഡ്യൂളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂളും വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളും. വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സർ ഈസ് ഗിവൺ ആഫ്റ്റർ എ വേരിയബിൾ നമ്പർ ഓഫ് നോൺ റീഇൻഫോഴ്സ്ഡ് റെസ്പോൺസസ്. അപ്പോൾ ഒരു റീഇൻഫോഴ്സർ കൊടുക്കുന്ന എപ്പോഴാണ് വേരിയബിൾ നമ്പർ ഓഫ് നോൺ റീഇൻഫോഴ്സ്ഡ് റെസ്പോൺസസ്. ഇപ്പോൾ നോൺ ഇത്രയ്ക്ക് ഇത്ര എന്നല്ല, വേരിയേഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വേരിയബിൾ ആയിട്ട് നമ്മൾ റെസ്പോൺസസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. നമുക്കിതിനെ മൊത്തത്തിലൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ എല്ലാ സിംഗിൾ റെസ്പോൺസസിനെയും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അവിടെ റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത് ലോ ആണ്, പക്ഷേ സ്റ്റഡി ആയിട്ട് റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. റെസിസ്റ്റൻസ് ടു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വെരി ലോ ആണ്, അതായത് പെട്ടെന്ന് തന്നെ എക്സ്റ്റൻഷൻ സംഭവിക്കും. അപ്പം റിസീവിങ് എ ഹൈ ഗ്രേഡ് ഫോർ എവറി അസൈൻമെൻറ്റ്, എല്ലാ അസൈൻമെൻറ്റിനും എനിക്ക് എ ഗ്രേഡ് അല്ലെങ്കിൽ A+ തന്നെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതുക്കെ നമുക്ക് വേറൊരു മോട്ടിവേഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം ഷോപ്പിലൊക്കെ എല്ലാ കസ്റ്റമറും ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരാൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലേ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഉള്ള എക്സാമ്പിൾസ്, അതായത് എല്ലാത്തിനും എനിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്ന ഒരവസ്ഥയാണെങ്കിൽ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് വിളിക്കും. ഇനി ഇൻ്റർമീഡിയറ്റ് ഒരു വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫിക്സ്ഡ് ഇൻ്റർവൽ, വേരിയബിൾ ഇൻ്റർവൽ, ഫിക്സ്ഡ് റേഷ്യോ, വേരിയബിൾ റേഷ്യോ. ഫിക്സ്ഡ് ഇൻ്റർവൽ ആണെങ്കിൽ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് ഗിവൺ ഫോർ എവറി 30 seconds പ്രൊവൈഡഡ് ദ റെസ്പോൺസ് ഒക്കേഴ്സ് അറ്റ്ലീസ്റ്റ് വൺസ് ഡ്യൂറിങ് ദ ടൈം. അപ്പോൾ എല്ലാ 30 സെക്കൻഡും കഴിയുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും, ഒരു പ്രാവശ്യമെങ്കിലും അവിടെ റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ റെസ്പോൺസ് റേറ്റ് സ്പീഡപ്പ് ചെയ്യും. എപ്പം റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ അത് സ്പീഡപ്പ് ചെയ്യും. പിന്നെ ആഫ്റ്റർ ഓരോ റീഇൻഫോഴ്സ്മെൻറ്റും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ആ ഒരു ബിഹേവിയർ റെസ്പോൺസ് കുറഞ്ഞും പോകും. ഓക്കെ, അപ്പം ഇവിടെ എക്സ്റ്റൻഷനോടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫെയർലി ലോയാണ്, അതായത് റെസിസ്റ്റൻസ് കുറവാണ്, അതായത് എക്സ്റ്റൻഷൻ ക്വിക്കായിട്ട് സംഭവിക്കാം എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഹ്യൂമൻ ബിഹേവിയറിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാ ആഴ്ചയിലും എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ മന്ത്ലി സാലറി, ഇതൊക്കെ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വേരിയബിൾ ഇൻ്റർവെൽ. വേരിയബിൾ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ആവറേജ് 30 സെക്കൻഡ്സിന് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. പക്ഷേ ആ ഇൻ്റർവെൽ വേരി ചെയ്തിട്ടായിരിക്കും. ഓരോ ട്രയലിൽ നിന്നും ട്രയൽ ടു ട്രയൽ വേരിയേഷൻസ് ഉണ്ടാവും. ഇവിടെ റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റെസ്പോൺസ് റേറ്റ് ഈ ഒരു വേരിയബിൾ ഇൻ്റർവെല്ലിൽ കാണിക്കുന്നുണ്ട്. ദെൻ കമ്പയർഡ് ടു ഫിക്സഡ് ഇൻ്റർവെൽ ഷെഡ്യൂൾ, വേരിയബിൾ ഇൻ്റർവെൽ ഷെഡ്യൂളിന് വെരി ഹൈ റെസിസ്റ്റൻസ് ടു എക്സ്റ്റൻഷനാണ്. അതായത് എക്സിസ്റ്റൻ വളരെ സ്ലോ ആയിട്ടും ഗ്രാജുവലായിട്ടും മാത്രമേ സംഭവിക്കുള്ളൂ, പെട്ടെന്ന് എക്സ്റ്റൻഷൻ സംഭവിക്കില്ല. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നത് വളരെ ഇറഗുലർ ആയിട്ടായിരിക്കും. പക്ഷെ അവർ ഒരിക്കലും അവരവരുടെ ജോലി ചെയ്യാതിരിക്കത്തില്ല. ദേ ആർ ഹൈലി മോട്ടിവേറ്റഡ് ടു ഡു ദെയർ വർക്ക്. അതാണ് വേരിയബിൾ ഇൻ്റർവൽ ഷെഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ദെൻ ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ. ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ reinforcement is given for a fixed number of responses. However long this may take. Example, 1 reinforcement in every 10 response. അപ്പം എല്ലാ 10 റെസ്പോൺസസിനും ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ച് കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾ.
ഇവിടെ എന്ന് പറഞ്ഞാൽ ദർ പ്രൊനൗൺസ്ഡ് പോസ് ആഫ്റ്റർ ഈച്ച് റീഇൻഫോഴ്സ്മെൻറ്റ്, ദെൻ വെരി ഹൈ റേറ്റ് ഓഫ് റെസ്പോണ്ടിങ് ലീഡിങ് ടു ദ നെക്സ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ഇത് വരും, പിന്നെ പതുക്കെ വീണ്ടും കൂടി വരും. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷനോടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻ്റർവൽ ഷെഡ്യൂളിലെ പോലെ തന്നെ ഫെയർലി ലോ ആയിട്ടുള്ള എക്സ്റ്റെൻഷൻ, ഫെയർലി ലോ റെസിസ്റ്റൻസ് ആണ്. അതായത് എക്സ്റ്റെൻഷൻ പെട്ടെന്ന് സംഭവിക്കും എവിടെ? ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂളിൽ. ഇപ്പം നമുക്കിപ്പം ഞാൻ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ് എനിക്ക് ക്യാഷ് കിട്ടുന്നത് എങ്കിൽ, എത്ര അവറിനാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ എന്നുള്ളതെന്ന് പറയുന്നത് എന്തിൽ വരും? ഈ പറയുന്ന ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ആൻഡ് ദ ലാസ്റ്റ് വൺ വേരിയബിൾ റേഷ്യോ. വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ഒരു ആവറേജ് 10 റെസ്പോൺസ് വരുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. പക്ഷേ ഓരോ ട്രയലിലും അത് വേരി ചെയ്ത് നിൽക്കും. അപ്പം എപ്പോഴാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുക എന്ന് നമുക്കറിയാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എടുത്തു നോക്കിയാൽ ഏറ്റവും വെരി ഹൈ റെസ്പോൺസ് റേറ്റും വെരി സ്റ്റഡി ആയിട്ടുള്ള റെസ്പോൺസ് റേറ്റും ഉണ്ടാകുന്നത് ഈ വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളിലാണ്. അതുപോലെ എക്സ്റ്റെൻഷനോടുള്ള റെസിസ്റ്റൻസ് നോക്കിയാലും വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളിലാണ് ദ മോസ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ ഷെഡ്യൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളിനാണ്. അതായത് റെസിസ്റ്റൻസിനോട് എക്സ്റ്റെൻഷനോടുള്ള റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതായത് പെട്ടെന്നൊന്നും അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല, അല്ലെങ്കിൽ വിട്ടുപോകത്തില്ല. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഗാംബ്ലിംഗ്. എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്നറിയത്തില്ല. അതുകൊണ്ട് വൺസ് ഗാംബ്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വിട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല. സോ ഇതാണ് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ടു സമ്മറൈസ്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടിന്യൂസ്, അതിന് ആ ഒരൊറ്റ രീതിയുള്ളൂ. ഇൻ്റർമിറ്റൻ്റ് ഓർ പാർഷ്യൽ രണ്ടാമത്തെ രീതിയാണ്. അതിന് അഗെയിൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഇൻ്റർവൽ ഷെഡ്യൂൾ ആൻഡ് റേഷ്യോ ഷെഡ്യൂൾ. ഇൻ്റർവൽ ഷെഡ്യൂൾ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ഫിക്സ്ഡ് ഇൻ്റർവൽ ആൻഡ് വേരിയബിൾ ഇൻ്റർവൽ. റേഷ്യോ ഷെഡ്യൂൾ ഈസ് ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു ഫിക്സഡ് റേഷ്യോ ആൻഡ് വേരിയബിൾ റേഷ്യോ. ഇങ്ങനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഷെഡ്യൂൾ നമ്മൾ പ്രാവർത്തികമാക്കിയാലും നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് റീഇൻഫോഴ്സ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വേരിയബിളായിട്ടും റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ് ആണ്. ഇൻ്റർവൽ രീതിയിലാണ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നത് എങ്കിൽ വേരിയബിൾ ഇൻ്റർവൽ ആയിരിക്കും കൂടുതൽ ഇഫക്റ്റീവ്. റേഷ്യോ ഷെഡ്യൂളാണ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നതെങ്കിൽ വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളായിരിക്കും കൂടുതൽ ഇഫക്റ്റീവായിട്ടുണ്ടാവുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്, പണിഷ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണാം. താങ്ക് യു.